Assalamu alaikum. How are you dears? Are you fine there? Okay, let's start our class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. ഓക്കെ, എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പം നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു EVSൽ പഠിച്ചുകൊണ്ടിരുന്നത്? ചാപ്റ്റർ 9 പ്ലാന്റ്സ് അറൗണ്ട് അസ് അല്ലേ. പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? പ്ലാന്റ്സിന് മെയിനായിട്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ലേ പ്ലാന്റ്സിന്, അതായത് റൂട്ട് എന്നും ഷൂട്ട് എന്നും. അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? the part seen below the ground we called root, and the part of the plant we can see above the ground are called shoot. അപ്പോൾ ഷൂട്ടിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഫസ്റ്റിൽ എന്താണ് പഠിച്ചത്? ഷൂട്ടിനകത്ത് സ്റ്റെം പഠിച്ചു അല്ലേ, സ്റ്റെം പഠിച്ചു. ദെൻ ഫ്ലവേഴ്സ്, ലീവ്സ്, ഫ്രൂട്ട്സ്. അപ്പോൾ ലീവ്സ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പോൾ ടുഡേ വി ക്യാൻ കണ്ടിന്യൂ ദാറ്റ് പോർഷൻ. അപ്പോൾ ലീവ്സിനകത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ലീവ്സ് അല്ലേ. അപ്പോൾ ലീവ്സിൽ ദ ഫ്ലാറ്റ് പാർട്ട് ഓഫ് എ ലീഫ് വി കോൾഡ്, ഫ്ലാറ്റ് പാർട്ട് ഓഫ് ലീഫിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ലീഫ് ബ്ലേഡ് എന്ന് വിളിക്കുന്നു. പിന്നെന്താണ് അതിൻ്റെ എൻ പോർഷൻ, ആ ലീഫിൻ്റെ എൻ പോർഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? ടിപ്പെന്നും. ദെൻ വാട്ട് ഈസ് കോൾഡ് പീറ്റിയോൾ, ലീഫും സ്റ്റെമ്മുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു ചെറിയ പോർഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? പീറ്റിയോൾ എന്ന് വിളിക്കുന്നത്. അതായത് ആ ലീഫിൻ്റെ ആ നീണ്ട ഒരു ചെറിയ ഒരു പോർഷൻ അല്ലേ. അപ്പോൾ ലീഫ് സ്റ്റെമ്മുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീറ്റിയോൾ എന്ന് വിളിക്കുന്നു. പിന്നീട് എന്താണ്? ലീഫിനെ നമ്മളെല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്തായിരുന്നു എല്ലാവരും. അപ്പം നടുക്ക്, ആ ലീഫിൻ്റെ നടുക്കുള്ള ആ ഒരു മെയിൻ വെയിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മിഡ് റിബ്. എന്താണ്? മിഡ് റിബ് എന്നും. പിന്നീട് കുറേ സൈഡ് വെയിൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ വെയിൻസ് എന്താണ്? ലീഫിന് ഈ വെയിൻസ് കൊണ്ടുള്ള നേട്ടം എന്താണ്? ദീസ് വെയിൻസ് ക്യാരി വാട്ടർ ആൻഡ് ഫുഡ് ടു ഓൾ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അപ്പം ഈ ലീഫിലുള്ള വെയിൻസാണ് എന്ത് ചെയ്യുന്നത്? ഫുഡും വാട്ടറും എല്ലാം ക്യാരി ചെയ്യുന്നത്. പിന്നീട് സ്മോൾ ഓപ്പണിങ്സ് ഓൺ ദ ലീഫ് വി കോൾഡ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയായിരുന്നു അല്ലേ. അപ്പോൾ ലീഫിനകത്തുള്ള ചെറിയ ഓപ്പണിങ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പം ഇനി എന്താണ് ലീഫിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് നമുക്ക് പഠിക്കാം. അതായത് ലീഫ് എന്ത് ചെയ്യുന്നു? എന്തിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നു? എയർ, വാട്ടർ, സൺലൈറ്റ്, ന്യൂട്രിയൻസ് അല്ലേ. എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്? എയർ. ലീഫ് എന്തിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നു? എയർ, വാട്ടർ, ദെൻ സൺലൈറ്റ് ആൻഡ് ന്യൂട്രിയൻസ്. ഇത്രയും കാര്യങ്ങളെ ലീഫ് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതേ പ്രിപ്പയർ ഫുഡ്. അവരെന്ത് ചെയ്യുന്നു? ലീഫ് എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ഫുഡ് ഫോർ ദ പ്ലാന്റ്. പ്ലാന്റിന് ആവശ്യമായ ഫുഡിനെ പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ എയറിനകത്തുള്ള ഒരു ഗ്യാസ്, അതായത് എയറിനകത്തുള്ള എന്തിനാണ് ഈ ലീഫ് അബ്സോർബ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകമാണ് ആരെ അബ്സോർബ് ചെയ്യുന്നത്? ഈ ലീഫ് അബ്സോർബ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? ഫുഡ് ഉണ്ടാക്കുന്നു. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഈ ലീഫ് എന്ത് പുറന്തള്ളുന്നുണ്ട്? നമ്മൾ ശ്വസിക്കുന്നു, നമ്മൾ ബ്രീത്തിങ്ങിന് നമുക്ക് ആവശ്യമായ ഓക്സിജനെ ലീഫ് എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. അപ്പോൾ ലീഫ് കൊണ്ട്, അതായത് പ്ലാന്റ് കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമായ ഓക്സിജൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പ്ലാന്റ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജനെ നമ്മൾ സ്വീകരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറന്തള്ളുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു? പ്ലാന്റ്സ്. അപ്പം നമ്മളും പ്ലാന്റ്സും തമ്മിൽ നല്ലൊരു ബന്ധമാണല്ലേ. എന്താണ്? പ്ലാന്റ്സ് പുറന്തള്ളുന്ന ഓക്സിജനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് സ്വീകരിക്കുന്നു? പ്ലാന്റ്സ് സ്വീകരിക്കുന്നു. ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പം എന്ത് വേണം? നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ വീടുകളിൽ എന്ത് വേണം? ചെടികൾ നട്ടുപിടിപ്പിക്കണം. അപ്പം വൈൽ കാർബൺ ഡൈ ഓക്സൈഡ് എൻറ്റേഴ്സ്, സർപ്ലസ് ഓക്സിജൻ ആൻഡ് വാട്ടർ വേപ്പർ എക്സിറ്റ് ദ ലീവ്സ് ത്രൂ ദീസ് ഓപ്പണിംഗ്. അപ്പോൾ ഈ ലീഫിനകത്ത് ഓപ്പണിംഗ് നമ്മൾ പഠിച്ചു. ലീഫിനകത്തുള്ള ഓപ്പണിങ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സ്റ്റൊമാറ്റ വഴിയാണ് എന്ത് പുറന്തള്ളുന്നത്? ഓക്സിജനും വാട്ടർ വേപ്പറും എല്ലാം എന്ത് ചെയ്യുന്നു? ലീഫ് പുറന്തള്ളുന്നു. ഓക്കെ,
എന്നിട്ട് അവരെന്താണ് സ്വീകരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ എടുക്കുന്നു. ലീവ്സ് യൂസ് സൺലൈറ്റ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ആൻഡ് എ ഗ്രീൻ കളേർഡ് പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. അപ്പം ചെടികൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? എയർ വേണം, വാട്ടർ, സൺലൈറ്റ് ആൻഡ് ന്യൂട്രിയൻസ്. പിന്നീട് അതിനോടൊപ്പം വേണ്ടുള്ള ഒരു പിഗ്മെൻ്റാണ്, ഗ്രീൻ പിഗ്മെൻ്റാണ് എന്ത്? ക്ലോറോഫിൽ. ചെടികൾക്ക് പച്ച നിറം, എല്ലാ ചെടികൾക്കും എന്ത് കളറാണ്? ഗ്രീൻ കളറാണ് അല്ലേ? അപ്പം അത് ഏതോ ഒരു പിഗ്മെൻറ്റിൻ്റെ അതായത് ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ സാന്നിധ്യം മൂലമാണ് ലീഫിന് ഗ്രീൻ കളർ കാണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ലീഫിനെല്ലാം ഗ്രീൻ കളറിന് കാരണം എന്താണ്? ക്ലോറോഫിൽ. വിച്ച് പിഗ്മെൻറ്റ്? ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ. ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് ബൈ പ്ലാന്റ്സ് ഈസ് നോൺ ആസ് ഫോട്ടോസിന്തസിസ്. അപ്പം നമുക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? എന്താണ്? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ പ്ലാന്റ്സ്. Say once again, the process of making food by plants is called photosynthesis. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ? the process of making food by plants. അതായത് ചെടികൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പ്ലാന്റ്സ് യൂസ് എയർ, വാട്ടർ, സൺലൈറ്റ് ആൻഡ് ന്യൂട്രിയൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്രീൻ പിഗ്മെൻറ്റ്. ഒരു ഗ്രീൻ കളർ പിഗ്മെൻ്റായ ക്ലോറോഫില്ലിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ചെടികൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, ലീവ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് കളേഴ്സ്. അപ്പം നമുക്കറിയാം ഡിഫറെൻറ്റ് പ്ലാന്റ്സിന് എന്തുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഫ് ഉണ്ട് ആൻഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഇപ്പോൾ ഗ്രീൻ കളറാണെങ്കിലും എല്ലാ ചെടികൾക്കും ഒരേ ഗ്രീനാണോ? പല 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 ഗ്രീനാണ്. ഗ്രീൻ തന്നെ കടുത്ത ഗ്രീനുണ്ട്, ഇളം ഗ്രീനുണ്ട്. നമ്മൾ ഓരോ ചെടികൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അല്ലേ? ദെൻ പിന്നീട് ഗ്രീൻ കളർ അല്ലാത്ത ലീഫുകളും ധാരാളം ഉണ്ട് അല്ലേ? സം ലീവ്സ് ഹാവ് റഫ് എഡ്ജസ് വൈ അതേഴ്സ് ഹാവ് സ്മൂത്ത് എഡ്ജ്. അതായത് ചില ലീഫിന് എന്താണ്? നല്ല പരുക്കനായ ഇലകളായിരിക്കും, ചിലതോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇലകളായിരിക്കും. നമുക്ക് മനസ്സിലാവത്. വൈൽ സം ലീവ്സ് ആർ പോയിൻറ്റഡ്, അതേഴ്സ് ആർ റൗണ്ട്. ചില ലീഫ് എന്താണ്? പോയിൻറ്റഡ്, നല്ല കൂർത്ത ലീഫുള്ള ചെടികളുണ്ട്. സം ആർ റൗണ്ട് ഇൻ ഷേപ്പ്. ഫോർ എക്സാമ്പിൾ, the leaves of water lily and lotus plant have thick and round and a waxy surface. അതായത് വെള്ളത്തിൽ വളരുന്ന ചെടികളുടെ ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് പ്ലാന്റ്. ഏതൊക്കെയാണ്? വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് പ്ലാന്റ്. ദേ ഹാവ് എ റൗണ്ട് ഷേപ്ഡ് ലീഫാണ് അല്ലേ? അവർക്ക് എന്താണ്? ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലീഫാണ് ഉള്ളത്. ഓക്കെ. തിക്കാണ്, ആ ഇലകൾക്ക് എന്താണ്? നല്ല കട്ടിയുണ്ട്. ആൻഡ് റൗണ്ട് ഇൻ ഷേപ്പ് ആൻഡ് ഹാവ് എ വാക്സി കോട്ടിങ്. എന്തിനാണ് ഈ വാക്സി കോട്ടിങ് ഈ ലീഫിനുള്ളത്? അതായത് വെള്ളത്തിൽ കിടക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വാക്സി കോട്ടിങ് ഉണ്ട്. അപ്പോൾ അതിൽ വീഴുന്ന വെള്ളം അതിനെ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. അതായത് ആ വെള്ളത്തിനെ അവർ അബ്സോർബ് ചെയ്യുന്നില്ല, അതിനെ റിപ്പൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഇല അഴുകി പോകാത്തത്. ഓക്കെ. വൈൽ ദ ലീവ്സ് ഓഫ് പൈൻ ട്രീസ് ആർ തിൻ ആൻഡ് നീഡിൽ ഷേപ്ഡ്. അപ്പോൾ പൈൻ ട്രീ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഈ പൈൻ ട്രീയുടെ ലീഫ് എങ്ങനെയാണ്? നീഡിൽ ഷേപ്പാണ്, അതായത് സൂചി പോലെ ഇരിക്കും. ഓക്കെ. നമ്മൾക്കറിയാം മുൾച്ചെടി അല്ലേ? അപ്പം മുള്ള് പോലെ ആണ് അതിൻ്റെ ലീഫാണ് എന്ത്? ആ മുള്ളായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ലീഫിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലായി? ലീഫാണ് എന്ത് ചെയ്യുന്നത്? ചെടികൾക്ക് ആവശ്യമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്? എയർ, വാട്ടർ, സൺലൈറ്റ്, ഇത് ഇത്രയും ആൻഡ് ന്യൂട്രിയൻസ്. എന്നിട്ട് ഒരു പിഗ്മെൻറ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്? ക്ലോറോഫിൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? photosynthesis. The process of making food by plants are called photosynthesis. പിന്നീട് എന്താണ്? leaves are of different shapes and colors. Some leaves, അതായത് വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ഹാവ് എന്തൊരു ലീഫാണ് അവർക്കുള്ളത്? റൗണ്ട്, തിക്ക് ആൻഡ് വാക്സി കോട്ടിംഗ് ലീഫാണ്. സം ട്രീസ് ഹാവ് നീഡിൽ ഷേപ്ഡ് ലീഫ്. അപ്പോൾ ലീഫിൻ്റെ കാര്യങ്ങൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ്
പേജ് നമ്പർ 82-ൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് നമുക്കൊന്ന് ചെയ്യാം. 82, പേജ് നമ്പർ 82. റൈറ്റ് T for true or F for false. എല്ലാവരും ഒന്ന് എടുത്തേ. അതിൽ ഫസ്റ്റ് വൺ, ദ സ്റ്റെം ബെയർസ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. അതായത് സ്റ്റെമ്മിൽ നിന്നാണ് എന്തൊക്കെ വരുന്നത്? ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. ഇതൊരു ഇസ് ഇറ്റ് എ ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണല്ലേ. അപ്പം നമ്മൾ പഠിച്ചു സ്റ്റെമ്മിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്ലവേഴ്സും ലീവ്സും ഫ്രൂട്ട്സും ഒക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഈ സ്റ്റെമ്മിൽ നിന്നാണ്. അപ്പം അതൊരു ട്രൂ ആണ്. അപ്പം നമുക്ക് വി ക്യാൻ റൈറ്റ് ഹിയർ T. ഓക്കെ, question once more, the stem bears flowers fruits and leaves. That is a true. Okay, second one, all leaves have the same shape and color. എല്ലാ ലീഫിനും എന്താണ്? സെയിം ഷേപ്പും സെയിം കളറും ആണ്. ദാറ്റ് ഇസ് എ ഫോൾസ് അല്ലേ. എല്ലാ ലീഫിനും ഒരേ ഷേപ്പും ഒരേ കളറും ആണോ ഉള്ളത്? അല്ല അല്ലേ. ദേ ഹാവ് ഡിഫറെൻറ്റ് കളർ ആൻഡ് ഡിഫറെൻറ്റ് ഷേപ്പ്. തേർഡ് വൺ, ദ ലീവ്സ് ഓഫ് ദ പൈൻ ട്രീ ആർ നീഡിൽ ഷേപ്ഡ്. അതായത് പൈൻ ട്രീയുടെ ലീഫ് എന്താണ്? നീഡിൽ ഷേപ്ഡ് ആണ്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ദാറ്റ് ഈസ് എ ട്രൂ. ഓക്കെ, തേർഡ് വൺ ഈസ് എ ട്രൂ. ഫോർത്ത് വൺ, ഫ്ലവേഴ്സ് മേക്ക് ഫുഡ് ഫോർ പ്ലാന്റ്സ്. ഫ്ലവേഴ്സ് ആണ് ചെടികൾക്ക് ആവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ദാറ്റ് ഈസ് ഓൾസോ എ ഫോൾസ് അല്ലേ. ആരാണ് പിന്നെ ചെടികൾക്ക് ആവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീവ്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ലീഫിൻ്റെ പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ്, ഇവിടെ ഒരു സോങ് കൊടുത്തിട്ടുണ്ട്, അതായത് സീഡിനെ കുറിച്ചാണ് അല്ലേ. ഐ സോ എ സീഡ് ഐ സോ, ഇറ്റ് നീഡ്സ് ടൈം ടു ഗ്രോ. വിത്ത് ഫ്രഷ് എയർ ആൻഡ് നേച്ചേഴ്സ് കെയർ ഇറ്റ് വിൽ ഗ്രോ എ ലിറ്റിൽ മോർ. ഡൗൺ കംസ് ദ റെയിൻ ആൻഡ് അപ്പ് കംസ് ദ സൺ. ദ സീഡ് ഗ്രോസ് ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ് എ ലിറ്റിൽ പ്ലാന്റ് ഹെറോസ്. നമുക്കറിയാം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, സീഡുകൾ കൊണ്ട് നമ്മൾ ചെടിച്ചട്ടിയിലും നമ്മുടെ മുറ്റത്തുമൊക്കെ ഇടാറുണ്ട്. അപ്പം ആ സീഡ് പെട്ടെന്ന് അങ്ങ് മുളയ്ക്കുമോ? ചില സീഡ്സ്, അതായത് പീയുടെ സീഡുകളൊക്കെ പെട്ടെന്ന് മുളച്ചു വരും. പക്ഷെ ചില സീഡ്സ് എന്ത് ചെയ്യും? അവിടെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യും? സൺലൈറ്റും പിന്നീട് എന്താണ് റെയിനും ഒക്കെ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? പതുക്കനെ മുളച്ച് പൊങ്ങി വരുന്നു അല്ലേ. അപ്പോൾ ആ സീഡിനോടൊപ്പം അത് പൊങ്ങി വരുമ്പോൾ എന്തും കൂടി കാണും? ഒരു സ്മോൾ പ്ലാന്റും കൂടി കാണും അല്ലേ. അങ്ങനെയാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. അപ്പം സീഡ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ്. സീഡുകൾ, അതായത് വിത്തുകൾ, ഓരോ ചെടികളുടെയും വിത്തുകൾ എന്താണ്? പല രീതിയിലും പല ആകൃതിയിലുമായിരിക്കും അല്ലേ. എ സീഡ് നീഡ്സ് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ടു ഗ്രോ ഇൻ ടു എ ഹെൽത്തി പ്ലാന്റ്. ഇപ്പോൾ ഒരു സീഡ് ഒരു ഹെൽത്തി പ്ലാന്റായി മാറണമെങ്കിൽ എന്തൊക്കെ വേണം അവർക്ക്? എയർ വേണം, വാട്ടർ, സൺലൈറ്റ് ടു ഗ്രോ ഇൻ ടു എ ഹെൽത്തി പ്ലാന്റ്. അപ്പം ഒരു സീഡ് നമ്മൾ ചുമ്മാ കൊണ്ടിട്ടിരുന്നാൽ അത് മുളച്ചു വരുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതിനെന്ത് വേണം? സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം. പിന്നീട് എന്താണ്? അതിനാവശ്യമായി വാട്ടർ വേണം, എയർ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ എന്ത് പറ്റൂ? ആ സീഡ് ഒരു പ്ലാന്റ് ആയിട്ട് പൊങ്ങി വരികയുള്ളൂ. അപ്പം ദ പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ സാപ്ലിംഗ് ഈസ് നോൺ ആസ് ജെർമിനേഷൻ. അപ്പോൾ എന്താണ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ? The process by which a seed grows into a sapling. Sapling means എന്താണ്? A small plant. The process by which a seed grows into a sapling is known as germination. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ്? സീഡ് ഇങ്ങനെ കിടന്ന് മഴയൊക്കെ ഇങ്ങനെ കൊള്ളുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്താണ്? സീഡിൽ നിന്നും പ്ലാന്റ് പൊങ്ങി വരുന്ന പിക്ചറൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുക. ദ പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ സാപ്ലിംഗ് ഈസ് നോൺ ആസ് ജെർമിനേഷൻ. എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് a seed grows into a sapling. The process by which a seed grows into a sapling is known as germination. അതായത് ഒരു സീഡ് ഒരു ന്യൂ പ്ലാന്റ് ആയി മാറുന്ന ആ പ്രോസസ്സാണ് എന്ത്? ജെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അതിൽ സ്റ്റേജസ് ഓഫ് ജെർമിനേഷൻ എന്ന് പറഞ്ഞിട്ട് 83 പേജ് നമ്പർ 83 കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? എ സീഡ് ഈസ് സോൺ. എന്താണ്? ഒരു സീഡിനെ കൊണ്ട് നമ്മൾ നട്ട് വെച്ചേക്കുവാണേ. റൂട്ട് അപ്പിയേഴ്സ്. അപ്പോൾ സീഡിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുന്നു? റൂട്ടാണ് ആദ്യം സീഡിനകത്ത് വരുന്നത്. ഷൂട്ട് അപ്പിയേഴ്സ്. പിന്നീട് എന്താണ്? പിന്നീടാണ് ഷൂട്ട് മുകളിലോട്ട് വരുന്നത്. സ്റ്റെം അപ്പിയേഴ്സ്. അപ്പം ഷൂട്ട് മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് കാണുന്നത്? അവിടെ നിന്നൊരു സ്റ്റെം ഫോം ചെയ്യുന്നു. സ്റ്റെമ്മ് മുകളിലോട്ട് വരുന്നതിനോടൊപ്പം റൂട്ട് താഴോട്ടും പോകുന്നു. ദ പ്ലാന്റ് ഗ്രോസ് ആൻഡ് ബെയേഴ്സ് ലീവ്സ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പം ഒരു സീഡ് ആദ്യം നമ്മൾ കൊണ്ടിടുന്നു. പിന്നീട് എന്ത് വെച്ചുന്നു? ആദ്യമേ ആ സീഡിൽ നിന്ന് റൂട്ട് വരുന്നു. പിന്നീട് ഷൂട്ട് വരുന്നു. പിന്നീട് ഷൂട്ടിൽ നിന്നും എന്ത് വരുന്നു? സ്റ്റെം ഉണ്ടാകുന്നു. സ്റ്റെമ്മിൽ നിന്നും പിന്നെ എന്തൊക്കെ ഉണ്ടാകുന്നു? ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ലീവ്സും ഒക്കെ ഉണ്ടാകുന്നു. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? കുറച്ച് വിത്തുകളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നട്ട് നോക്കണം. അത് വളരുമോ വളരത്തില്ലേ എന്ന് നമ്മൾ നോക്കണം. ഒരു വിത്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് വെള്ളവും വളവും ഒന്നും കൊടുക്കാതെ, വെയിലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വിടണം. ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു വിത്തും കൊണ്ടിടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും നോക്കണം. എവിടെയാണ് നമുക്ക് വ്യത്യാസം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം സൺലൈറ്റും വാട്ടറും എയറും ഒക്കെ ഉള്ളിടത്ത് എന്ത് പറ്റുന്നു? ഒരു ന്യൂ പ്ലാന്റ് കിട്ടുന്നു. പക്ഷെ ഇതൊന്നും കിട്ടാത്തിടത്തോ ആ സീഡ് അവിടെ തന്നെ കിടക്കുന്നു അല്ലേ? പിന്നീട് പേജ് നമ്പർ 84 ഒരു 2 ഫില്ലപ്പും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ സാപ്ലിംഗ് ഈസ് കോൾഡ് ഡാഷ്. അപ്പം നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ദ നെയിം ഓഫ് ദ പ്രോസസ് ഇസ് ജെർമിനേഷൻ. ദ പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ സാപ്ലിംഗ് ഈസ് നോൺ ആസ് ജെർമിനേഷൻ. എല്ലാവരും ആ കോളത്തിൽ എന്ത് എഴുതണം? ജെർമിനേഷൻ എന്ന് എഴുതുക. ദെൻ എവരി സീഡ് ക്യാൻ ഗ്രോ ഇൻ ടു എ പ്ലാന്റ്. എല്ലാ സീഡിനും എന്തായി മാറാനുള്ള കഴിവുണ്ട്? പ്ലാന്റ്. എന്താണ്? ആൻസർ ഈസ് പ്ലാന്റ്. PLANT. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യണം. പിന്നീട് നോട്ട്സ് ഫെയർ ചെയ്തിട്ട് ഓൾ നോട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഇൻഷാല്ലാ we can wind up the class today. Assalamu alaikum warahmatullahi wabarakatuh.